ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. എല്ലാവരും അവരവരുടെ വീടുകളിൽ സുരക്ഷിതരല്ലേ? എനിക്കിന്ന് ജോലിക്ക് പോകാൻ പറ്റിയില്ല. കാരണം ഞാൻ ഈ പുറത്താണ് പണി ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ എൻ്റെ വീട്ടിലുണ്ട്. എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുക. എല്ലാവരും പ്രഭാതഭക്ഷണമൊക്കെ കഴിച്ചോ? ഞാൻ കഴിക്കാൻ പോകുന്നു. അതിനു മുന്നാടിയായി ഒരു ചെറിയ കാര്യം ഞാൻ പറയണമെന്ന് വിചാരിച്ചു. എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ അതിയായ കാറ്റാണ്, കൊടുങ്കാറ്റാണ് അടിക്കുന്നത്. അതുപോലെ ഇടിയുണ്ട്, മിന്നലുണ്ട്, ശക്തമായ മഴയും. ഇതിൻ്റെ ഭാഗമായിട്ട് മരങ്ങളെല്ലാം പിഴുതു വീഴാം. അപ്പോൾ ഈ ലൈൻ കമ്പി, ഈ ഇലക്ട്രിസിറ്റിയുടെ ലൈൻ കമ്പിയിലൊക്കെ വീണ് ഈ ലൈൻ കമ്പിയൊക്കെ താഴെ കിടക്കാം. അതിനകത്ത് കറണ്ട് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനകത്ത് കറണ്ട് ഉണ്ടാവും, ഇല്ലാതിരിക്കാം. പക്ഷേ ആരും, നമ്മുടെ കുഞ്ഞുങ്ങളായാലും അമ്മമാരാണെങ്കിലും അച്ഛന്മാരാണെങ്കിലും നമ്മുടെ സഹോദരന്മാരാരും ആ കമ്പികളിൽ ഒന്ന് തൊടുകയോ അത് എടുത്തു മാറ്റാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്യരുത്. അങ്ങനെ എവിടെയെങ്കിലും കണ്ടാൽ നിങ്ങൾ ഉടൻ തന്നെ KSEBയുടെ നമ്പറിൽ വിളിച്ചറിയിക്കുക. അവർ വന്നോളും. ആരും സ്വയമേ എടുത്ത് മാറ്റുകയോ അങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കരുത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം അതിയായ മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ കറണ്ടൊക്കെ എപ്പോഴും പോകാം. നമ്മളവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കറണ്ട് പോകും, വരും, പിന്നെയും കുറച്ച് നേരം പോകും, പിന്നെയും വരും. അപ്പോൾ അവർ നമ്മുടെ കൂട്ടുള്ള മനുഷ്യരാണ്. അവർക്ക് ഈ മഴയിലും കാറ്റിലും കയറി ഈ പോസ്റ്റിലൊന്നും കയറി ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ട് അവർക്കും ഉണ്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? നമ്മുടെ വാട്ടർ ടാങ്കിലൊക്കെ വെള്ളമില്ലെങ്കിൽ കറണ്ട് ഉള്ള സമയത്ത് നമ്മൾ അത് ഫില്ലാക്കി ഇടുക. അല്ലെങ്കിൽ മറ്റു പാത്രങ്ങളിൽ കൂടി വെള്ളം നിറച്ച് വെക്കാമെങ്കിൽ അത്രയ്ക്ക് നല്ലത്. കോരുന്നവർക്ക് പ്രശ്നമല്ല, കോരുന്നവർക്ക് എപ്പോഴും നല്ലതാണ്. ഇതൊന്നും അവരെ ബാധിക്കില്ല. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മുടെ എമർജൻസി ലാമ്പുകൾ അല്ലെങ്കിൽ ടോർച്ച് ലൈറ്റ്, ഇപ്പം എല്ലാ വീടുകളിലൊന്നും ഇതൊന്നും കാണില്ല. എങ്കിലും ഉള്ളവർ അതൊക്കെ ഒന്ന് ചാർജ് ചെയ്ത് വെക്കുക. നമ്മുടെ മൊബൈലൊക്കെ എപ്പോഴും ചാർജ് ചെയ്ത് വെച്ചേക്കണം. പിന്നെ ഇത് ഇല്ലാത്തവർ പിന്നെ 1-2 മെഴുകുതിരിയെങ്കിലും മേടിച്ച് സൂക്ഷിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ആവശ്യം വരുമ്പോൾ നമുക്ക് ഇത് ഉപയോഗിക്കാം. അപ്പം ഇതൊക്കെയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും സേഫായിരിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ പ്രഭാത ഭക്ഷണത്തിലോട്ട് പോവുക. നിങ്ങളെയും കൂടെ കൂട്ടാം. ഓക്കെ, ഇനി കഴിക്കാനുള്ള പ്ലേറ്റ് ഇത് കണ്ടില്ലേ? നല്ല കട്ടൻ കാപ്പി. കട്ടൻ കാപ്പി മീൻസ് ഇത് നമ്മുടെ തൊടിയിൽ തന്നെ ഉണ്ടാക്കിയ കാപ്പിയുടെ കുരു ഉണക്കി പൊടിച്ചെടുത്ത് നല്ല അതിഗംഭീരമായ കാപ്പിയാണിത്. ഈ ഒരെണ്ണം അടിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും നല്ലതാണ് ഈ കോഫി. അതുപോലെ കറിയുണ്ട്, നല്ല കടലക്കറിയാണ്, വെള്ളക്കടലയാണ്, നല്ല ടേസ്റ്റിയാണ് അത് കഴിക്കാൻ. പിന്നെ അതിൻ്റെ കൂടെ അപ്പം കണ്ടോ? ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കരിക്ക്, നമ്മുടെ കരിക്ക് തേങ്ങയില്ലേ, കരിക്ക് തേങ്ങ ഈ അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ട് അരച്ച് നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പമാണ്. വളരെ സോഫ്റ്റാണ്. ഇവനെയൊക്കെ അങ്ങോട്ട് ഒഴിച്ച് ഇച്ചിരി അങ്ങോട്ട് ഒഴിച്ച് ഇങ്ങനെ അങ്ങോട്ട് ഇളക്കി ഒരു കടലയൊക്കെ അതിലോട്ട് എടുത്ത് വെച്ച് ഇങ്ങനെ അടിപൊളി, നല്ല ടേസ്റ്റാണ്. അപ്പത്തിൻ്റെ രുചി ആ കരിക്ക് ചേർന്നതുകൊണ്ടല്ലോ നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ കടലക്കറിയും കൂടെ ചേർന്ന് അതിനെ ഒന്ന് ഇളക്കി കഴിക്കുമ്പോൾ അടിപൊളിയാണ്. നല്ല ഒന്നരം കട്ടൻ ചാപ്പി. അതിമനോഹരം. അപ്പോൾ എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ച് വീട്ടിൽ സന്തോഷമായിട്ട് സേഫായിട്ടിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.